എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ഞാൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ട്രെയിനിങ്ങിന് പോയിരുന്നത് എടപ്പാളായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് വരുന്നത് HR അഡ്മിനിസ്ട്രേഷനൊക്കെയാണ്. പക്ഷെ അവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് PRD ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. PRD എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷനാണ് വരുന്നത്. നമ്മളെങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യാം, അതേപോലെ തന്നെ ഗ്രൂമിങ് എങ്ങനെയാണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ലൈഫിൽ ഗ്രൂമിങ് ബിഹേവിയറൊക്കെ എങ്ങനെയാണെന്ന് അവിടെ പോയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെ അല്ല വേറൊരാളോട് വരുമ്പോൾ. പേഷ്യൻ്റ് കെയർ എങ്ങനെയാണ്, ഡോക്ടേഴ്സിനോട് എങ്ങനെയാണ് സംസാരിക്കുക, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗ്രൂമിംഗ് ആണ് ഞങ്ങൾക്ക് നന്നായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. 3 മാസത്തെ ട്രെയിനിങ് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ആശംസകൾ. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ വെൽക്കം ബാക്ക് ടു മെഡി കോളേജ്. ഹലോ, എൻ്റെ പേര് നിഹാല ഷിറിൻ. ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾക്ക് 3 മാസം ട്രെയിനിങ് ആയിരുന്നു. പുത്തനത്താണി, കോട്ടയ്ക്കൽ, രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഇൻറ്റേൺഷിപ്പായിട്ട് ഫുള്ളായിട്ട് ഓഫീസിൽ തന്നെ ആയിരുന്നു. 2 ആഴ്ച റിസപ്ഷനിൽ ബില്ലിങ്ങും ലിസ്റ്റിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ല കമ്പനിയായി കഴിയും തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഇത് വന്നു. പീരിയഡ് ടൈം കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെയൊക്കെ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. പിന്നെന്താണ് ഇറങ്ങുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. വർക്ക് അവിടെ കിട്ടിയിരുന്നു, പക്ഷെ കല്യാണമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇറങ്ങി പോന്നു. പിന്നെ ഇൻഷുറൻസൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിന് പോവുക. പിന്നെ സിമി ഡോക്ടർ OP ഉണ്ടായിരുന്നു പീഡിയാട്രിക്കിൻ്റെ. അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പലരെ കയ്യിൽ നിന്നും പല തരത്തിലുള്ള ചീത്ത വരെ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, എന്താണ് പവർ, അത് അവിടെ നിന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയുള്ളൂ. കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നിൽക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റും കൂടെ അല്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. പലതരത്തിൽ ചീത്ത കേട്ടിട്ടുണ്ട്. എന്താ പറയുക, അവിടുന്ന് നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ OP ബേസ്ഡായിട്ട് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫെമിന, ഞാൻ മദർ ആൻഡ് ചൈൽഡിലാണ് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടുത്തെ എക്സ്പീരിയൻസും നല്ലതായിരുന്നു. ക്ലാസ്സും കാര്യങ്ങളും അത് നല്ലതായിരുന്നു. അവിടെ പഠിപ്പിച്ചതും കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. അല്ലാതെയും വേറെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഒരുപാട് ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാനും എല്ലാത്തിനും പറ്റി. അവിടെ നല്ല കമ്പനി ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അവിടുത്തെ PRO ഇൻചാർജ് എല്ലാവരും നല്ലതായിരുന്നു. നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാനും എല്ലാത്തിനും നല്ല ചോയ്സ് ആയിരുന്നു മദർ ആൻഡ് ചൈൽഡ്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഉർഷിത. ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ആണ്. ചങ്ങരംകുളം ഓർക്കിഡ് ഹോസ്പിറ്റലായിരുന്നു 3 മാസത്തെ ട്രെയിനിങ്. നല്ല അടിപൊളിയായിരുന്നു ട്രെയിനിങ്. അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ട്രെയിനിങ് ചെയ്തത് എബ്ലിക്കർ ഹോസ്പിറ്റലാണ്. അവിടുത്തെ സ്റ്റാഫായാലും പിന്നെ ഡോക്ടേഴ്സ് നല്ല സപ്പോർട്ടാണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫ്, അവിടെ ഒരു മാം ഉണ്ട്, അത് നല്ല സപ്പോർട്ടാണ്. ആയിഷ, ചങ്ങരംകുളം ഓർക്കിഡ് ഹോസ്പിറ്റലാണ് ഇന്റേൺഷിപ്പിന് കയറിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫ്സും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ വെക്കും. എനിക്കവിടെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാഫിൻ്റെ ഒക്കെ മോശമായിട്ടുള്ള, അതിന് PRO സ്റ്റാഫ് ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടുന്നുണ്ട്. നല്ല ഹോസ്പിറ്റലും എല്ലാതും സെറ്റാണ്.